നമുക്ക് കുറച്ച് എക്സാം കഥകൾ പുറത്ത് വരുന്നതായിരിക്കും. അങ്ങനല്ല, എക്സാം സമയത്ത് നമ്മുടെ പേടി, എക്സാം സമയത്ത് നമ്മുടെ ഉറക്കം, എങ്ങനെ ഉറക്കം, സീരീസ് കാണുന്ന എത്ര എപ്പിസോഡ് തീർക്കും, ഹോളിൽ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്ന പലരുടെയും കഥകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതെ, നമ്മൾ ഇതുവരെ എക്സാമിനെ പറ്റി, നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നല്ലാതെ എക്സാമിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടില്ല. വിടുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുറച്ച് സംഭവങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസുകൾ, നമ്മുടെ അന്ധകാലത്ത് നടന്ന എക്സ്പീരിയൻസ്, കുറച്ച് കഥകൾ. അൻസിക്ക് സ്കൂൾ ജീവിതം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു കാര്യം എക്സാം ടൈം, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഏതെങ്കിലും ടീച്ചേഴ്സിനെ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ടീച്ചേഴ്സിനെ ഓർക്കുന്നില്ല. അല്ല, ഞാൻ ചോദിക്കാം, നമ്മള് ചോദിക്കണല്ലോ. അപ്പൊ എന്താ ഒരു എക്സാം സമയത്ത് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ? നല്ല എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ഓർക്കുന്ന. അനസ്യ ആയതുകൊണ്ട് ഏറ്റവും ഫ്രണ്ടിന് ഭിത്തി നോക്കിയിരിക്കുന്നത്. കൊറേ കാലം അങ്ങനെ ഇരുന്നിട്ടാണ് എക്സാം ഒക്കെ എഴുതിയത്. പക്ഷെ ഇപ്പൊ ഓർക്കുമ്പം അത് രസമാണ്. പക്ഷെ അന്ന് അത് ട്രോമയായിരുന്നു. വലിയ വലിയ വേർഡ്സ് ആയിരിക്കും. ഞാൻ കഥ വന്നിട്ടെ, കഥ പറയട്ടെ. ഞങ്ങള് പി ജിക്ക് കയറി. ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ച് കയറിയിട്ട് നമുക്ക് എക്സാം വരുമല്ലോ. എക്സാം വരുമ്പോ സെം എക്സാം ആണ്. സെം എക്സാം എന്റെ ബാക്കിലേക്ക് റീച്ചർ വരും. അതായത് സ്കൂളിലെ പോലെ അല്ല, നമുക്ക് ഇങ്ങനെ ഓരോ സെമിസ്റ്റർ വൈസ് നമുക്ക് എക്സാം. അപ്പം നമ്മൾ എത്ര ഇരിക്കുന്നത് വേറെ. ഞാൻ അത് കഴിഞ്ഞിട്ട് സോറി, ഞാൻ പി ജിയിലായതുകൊണ്ട് പറഞ്ഞ. അപ്പം നമ്മള് എന്റെ ബാക്കിലായിരിക്കും റീച്ചിലിരിക്കുന്നത്. തൊട്ട് ബാക്കിലല്ല, ഞാൻ പറയാം, ഒരാള് നന്ദന മാത്രം, ഒരാള് ഇരിക്കും. എന്നിട്ട് വിളിക്കും, നന്ദനെ വിളിച്ചിട്ട് നന്ദന നോക്കത്തില്ല, അപ്പൊ ഞാൻ നോക്കും. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഈ സാധനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കിട്ടണം. അതാ. അപ്പം മെരിയുടെ സാധനങ്ങളൊക്കെ അപ്പത്തേക്ക് അത് ഞാൻ ആദ്യം പറയട്ടെ. മെരിയുടെ ഹാൻഡ് റൈറ്റിംഗ് അച്ചടിച്ച ഹാൻഡ് റൈറ്റിംഗ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ദൂരെ നിന്ന് ഇങ്ങനെ പൊക്കി കാണിക്കുന്ന നമുക്ക് മനസ്സിലാകത്തില്ല. അല്ല, പൊക്കി കാണിക്കുന്നല്ല, വിളിക്കും, ചോദിക്കും, ഒന്നാമത്തെ ആൻസർ എന്താന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ അതൊക്കെ അറിയാം, അങ്ങനെ ചോദിക്കും. നമ്മൾ ആൻസർ പറയും, അത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. പറഞ്ഞിട്ട് അതെങ്ങനെയാ എന്നാലും വന്നത്. പിന്നെ നമ്മൾ ആ എക്സാം ഹോളിൽ ഇരുന്ന് അത് പറഞ്ഞു കൊടുക്കണം, എങ്ങനെയാ വന്നത്. എന്നാലും നമ്മുടെ കയ്യിൽ നിന്നിട്ട് തള്ളാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് ആ കോൺസെപ്റ്റ് അതായിരുന്നു മനസ്സിലാവുക. അന്നേരം പഠിപ്പിക്കുന്ന ആ കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് അതുവരെ ടാലി ആവാത്തതൊക്കെ. ടാലി അല്ല, ഇൻകം ടാക്സിനാണ് ഈ പരിപാടി കാണിക്കുന്നത്. ഇൻകം ടാക്സിന് ആൻസർ എങ്ങനെ വന്നു, എന്ത് ചെയ്യാം, ആൻസർ എങ്ങനെ വന്നു, ഞാൻ എക്സാം ഹോളിൽ ഇരുന്ന് ഞാൻ പല കോൺസെപ്റ്റ്സ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെ കൊറേ കാര്യങ്ങൾ സ്വന്തമായിട്ട് എഴുതി എക്സാം പേപ്പർ വരുമ്പോ അത് ശരിയാ. അപ്പൊ നമുക്ക് അറിയാം അതല്ല നമ്മളിപ്പോ എന്താ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. യെസ്, അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്കൂൾ ജീവിതത്തിലെ നമ്മുടെ എക്സാം. എനിക്ക് എക്സാം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ട്രോമ. എനിക്ക് എക്സാം ഇഷ്ടമില്ല. ഞാൻ പഠിക്കുന്ന എക്സാം ഇല്ലാതെ പാസ്സാക്കി. അതാണ് ഞാൻ എന്ത് വേണമെങ്കിലും എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞാൻ ആൻസർ പറയും. പക്ഷെ എക്സാം പേപ്പറിൽ എനിക്ക് ചെയ്താൽ ഇല്ല ഞാൻ പിന്നെ പഠിക്കുന്നതായോണ്ട് നിങ്ങളുടെ ഒരു ദിവസം അല്ലല്ല, ഇത് കേൾക്കണം. ഒരു ദിവസം ഇതുപോലെ ഇൻകം ടാക്സിന്റെ എക്സാമിന്റെ സമയത്താണ്. ഇൻകം ടാക്സ് അല്ല, ഇൻകം ടാക്സ് ഏതോ എക്സാമിന്റെ തലേ ദിവസം ആർക്കും ഒന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും കൂടെ ഭയങ്കര ടെൻഷൻ അടിച്ച് ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നു. ഫോൺ ഇത് തികച്ചും സാങ്കല്പികം മാത്രമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഒരാളെ വിളിച്ചപ്പോഴത്തേക്ക് ഒരാള് പെട്ടെന്ന് കോള് കട്ടിയത്. ഇനി എന്തെങ്കിലും പഠിക്കുമായതുകൊണ്ട് തിരക്കില് കട്ട് ചെയ്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ഓക്കെ മരിയ, ഞാൻ പിന്നെ വിളിക്കാന്നൊക്കെ ഞാൻ കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് ഒരാൾ വിളിച്ച്, എടാ എന്റെ ആ സീരീസ് ഇതുവരെ കണ്ടു തീർന്നിട്ട് ഞാൻ അത് കണ്ടു തീർന്ന് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാട്ടോ. പിറ്റേ ദിവസം എക്സാമിന്റെ സമയത്ത് അങ്ങനെയുള്ള സീരീസ് ഒക്കെ റിലാക്സേഷൻ ആണെന്ന് ഞാൻ തോന്നുന്നു. ഞാൻ അങ്ങനെ ചെയ്യുന്നത്, നമുക്കിപ്പോ എക്സാമിന് ഒരു 5 മോഡ്യൂളാണ് കേട്ടോ. ഒരു മോഡ്യൂൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു സീരീസിന്റെ ഒരു എപ്പിസോഡ് അല്ലെ 2 എപ്പിസോഡ് അങ്ങനെ വെച്ചിട്ട് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കാൻ ഇപ്പൊ നമ്മൾ സ്റ്റുഡൻസിന് എക്സാം എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എക്സ്പീരിയൻസ് പറയുന്നത്. ഇതൊക്കെ ചില കുട്ടികൾക്ക് വർക്കാവും. സത്യമായിട്ട് എനിക്ക് വർക്കാവും, ചിലപ്പോൾ വേറെ വർക്കാവല്ലോ. യെസ്. അപ്പം ക്വസ്റ്റ്യൻസ് വരുമ്പോ ഭയങ്കര സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന പഠിപ്പിലുക്കില്ല ഇതൊക്കെ എന്തെന്നുള്ള ഇതിൽ എഴുതുന്ന ഒരാളായിരുന്നോ? ഞാനല്ലായിരുന്നു. അല്ല, ഞാൻ ലാസ്റ്റ് മിനിറ്റ്
പഠിക്കുന്ന ഒരാളായിരുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ സ്വന്തമായിട്ട് എഴുതുന്നത്. ബിസിനസ് സ്റ്റഡീസിൽ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റഡീസ് തുടങ്ങി. അല്ലല്ല, നമ്മള് കൊമേഴ്സ് പഠിച്ചപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ തള്ളി മറിക്കാന്നല്ല, നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് റിയൽ ലൈഫിൽ കാണാം. എക്കണോമിക്സിന് അങ്ങനെ പറ്റും. എക്കണോമിക്സിന് പറ്റും, പക്ഷെ എന്നാലും കുറച്ചും കൂടെ അക്കൗണ്ടൻസി ആണ് ഇച്ചിരി വിഷയമായിട്ട് എനിക്കാണെങ്കിലും പക്ഷെ കുറെ ആൾക്കാർ കുറെ മക്കൾ അല്ലാതെയും പറയുന്നുണ്ട് അക്കൗണ്ടൻസി എളുപ്പം. അത് കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അത്ഭുതം. പ്രോബ്ലം പേപ്പർ ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന വലിയൊരു ടഫ് കാര്യമാണ്. പക്ഷെ തിയറി പേപ്പർ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് തന്നെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് എഴുതാം. അതാണ് ഇപ്പം എല്ലാ സ്റ്റുഡൻസിനെ പേടിയാ എത്ര പേപ്പർ എഴുതണം, 8 മാർക്സിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങള് ഇത്ര എഴുതിയാൽ മതി എഴുതണ്ടിയ എന്നുള്ളൊരു ചില കുട്ടികൾ കുറെ എഴുതും, 2 മാർക്കിനൊക്കെ അത് അര പേജ് ഒക്കെ എഴുതും. അപ്പൊ നമുക്ക് സമയം പോയിക്കൊള്ളി. കാരണം 2 മാർക്കിന് നമ്മൾ അത്ര എഴുതിയാൽ മതി. ഇപ്പൊ 8 മാർക്കിന് അതിന് സമയം കിട്ടിയത്. പിന്നെ വേറെ പ്രശ്നമുണ്ട്, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാക്ക് സൈഡ് നോക്കത്തില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വട്ടം സ്വാഭാവികം. പിന്നെ ചില സമയത്ത് ഇപ്പൊ എനിക്കൊരു പ്രാവശ്യം പറ്റിയാണ്, നമ്മൾ എസ് എ ആദ്യം നമ്മളിങ്ങനെ കാണും, ഒരു 4 ഓപ്ഷൻസ് കാണുമല്ലോ, അപ്പൊ അതിന്റെ അകത്തുനിന്ന് 2 എണ്ണം എഴുതിയാൽ മതി. ഇപ്പൊ നമ്മൾ ആദ്യം നോക്കുന്ന സമയത്ത് 2 എണ്ണം നമുക്ക് അത്യാവശ്യം എഴുതാൻ അറിയായിരിക്കും. അപ്പൊ നമ്മൾ 2 എണ്ണം എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് സാധനം കിട്ടത്തില്ല. അത് പക്ഷെ പകുതി എഴുതിയിട്ടുണ്ടാവും, അതിനി വെട്ടി. അതല്ല, നമുക്ക് ഓർമ്മയുണ്ട്, നമുക്ക് കോവിഡിന്റെ സമയത്ത് നമുക്ക് 4 എണ്ണം എഴുതാം, അറിയുന്ന അത്ര എഴുതി വെച്ചാൽ മതി. അങ്ങനെ ഒരു ഓപ്ഷൻ. അപ്പൊ ഞങ്ങൾ 4 എണ്ണം എഴുതി വെക്കും, ഒന്നും അറിയത്തില്ല നമ്മൾ എഴുതി വെക്കും, കാരണം മാർക്ക് കിട്ടും. പാസ്സായിട്ടുള്ള മഹത് വ്യക്തികളാണ്. പ്രായത്തിൽ മൂത്തവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടില്ല. 1 വർഷം മുമ്പ്. അതുകൊണ്ട് എന്താ ഞങ്ങൾ നല്ല രീതിയിൽ അങ്ങനെയാണെങ്കിൽ പറയൂ, നമ്മൾ എങ്ങനെയാണ് ഒരു എക്സാമിനെ ഫേസ് ചെയ്യേണ്ടത്? അതെ, തല മൂത്തവരാണല്ലോ നമ്മളായിട്ട് നമ്മൾ എഴുതിയില്ല. അപ്പൊ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടൻസി ഒക്കെ പഠിക്കണം, പഠിക്കാതെ എല്ലാം പഠിക്കണം. ബിസിനസ് സ്റ്റഡീസ് പക്ഷെ കോൺസെപ്റ്റ് മനസ്സിലാവും, സംഭവം അറിഞ്ഞിരിക്കണം. സംഭവം അറിഞ്ഞാൽ റെഡിയാ. പക്ഷെ കൂടുതലൊക്കെ ഉണ്ടാക്കി എഴുതാനായിട്ട് പറ്റും, കയ്യിന്നിട്ട് കയ്യിന്നിടാം. പിന്നെ പഠിക്കാന്നുള്ളത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ, അല്ല ഞാൻ ബിസിനസ് സ്റ്റഡീസ് ഫോക്കസ് ചെയ്യുന്ന എന്റെ സബ്ജക്ട് അല്ലല്ല, ഇത് നമുക്ക് എസ് എ ആന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 12 പോയിന്റ് 14 പോയിന്റ് ഒക്കെ കാണും. അപ്പം അത്രയും പോയിന്റ്സ് ഇപ്പൊ എല്ലാ പിള്ളേരും പറയുന്നു അത്രയും പോയിന്റ്സ് ഒന്നും ഓർത്തിരിക്കത്തില്ല. ശരിയാ, നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ചിന്തിക്കണം, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡിഗ്രിക്കൊക്കെ ആണെങ്കിലും എത്ര മാർക്ക് വെയിറ്റേജ് ആണെന്ന് നമ്മൾ നോക്കും. എന്നിട്ട് ആ മാർക്കിന്റെ അത്രയുള്ള പോയിന്റ്സ് പഠിക്കത്തുള്ളൂ. അതായത് ഇപ്പൊ 8 മാർക്കിന് എസ് എ വരുന്നത് 12 പോയിന്റ് ഉണ്ടെങ്കിൽ 8 പോയിന്റ് പഠിക്കും. സത്യം പറയട്ടെ, എനിക്ക് ആ സമയത്ത് അത്ര ബുദ്ധിയില്ലായിരുന്നു. അറിയാം വെയിറ്റേജ് കാര്യം. അതിപ്പം നമ്മൾ എക്സാമിന്റെ തലേന്നിരുന്ന് ഇൻകം ടാക്സ് ആയ സമയത്ത് അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ, ഞങ്ങൾ കുറച്ചുകൂടി പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒരു അടിപൊളി സാധനമാണ്. കാരണം ഞാനിപ്പോ പറഞ്ഞ പോലെ നമ്മളിപ്പോ ക്ലാസ്, ഞാനൊക്കെ ഈ കലോത്സവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുള്ളിച്ചാടി നടന്ന ആളാ. ശരി, അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്ത് കുറെ കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് സ്പോർട്സ് ആർട്സിനൊക്കെ പോകുന്നവര് ക്ലാസ്സസ് ഒന്നും അറ്റൻഡ് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടി ബെസ്റ്റ് ഒരു ഓപ്ഷൻ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും സാധനം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 5 വർഷത്തെ എടുത്തിട്ട് ജസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരത്തില്ലേ, ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ആദ്യം പഠിച്ചു പോവുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. അത്യാവശ്യം നമുക്ക് തന്നെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇപ്പൊ കുറച്ച് വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം കൊറോണ സമയത്ത് നമുക്ക് കുറച്ച് ലിബറൽ ആയിരുന്നു സംഭവങ്ങൾ, ആ ഒരു പാറ്റേൺ. പക്ഷെ എന്നാലും 2019 തൊട്ടുള്ള 19ലെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഇപ്പൊ വരെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ചെയ്യുമായിരുന്ന പരിപാടി നമ്മൾ നോക്കും, പ്രിപ്പയർ ചെയ്യാത്ത ചാപ്റ്റർ എടുക്കും, ആ ചാപ്റ്ററിന് എന്തൊക്കെയാണോ വന്നതെന്ന് നോക്കിയാൽ അത് മാത്രം പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എക്സാമിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രശ്നം ഉറക്കം. ഇങ്ങനെ നന്നായിട്ട് ഉറങ്ങുന്ന ആൾക്കാണ് ഞാൻ. ഏറ്റവും എക്സാമിന്റെ തലേ ദിവസം ഉറങ്ങുമെന്ന് തന്നെ സംശയമാണ്. സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് അത്യാവശ്യം, കോളേജ് പഠിക്കുമ്പോൾ ഉറങ്ങാറില്ല. കോളേജ് പഠിക്കുന്ന സമയത്ത് ഉറങ്ങാറില്ല. രാവിലെ വരുന്ന അറിയാം, വീട്ടിൽ ഇരുന്ന് മുഖമൊക്കെ ഒന്ന് കഴിയാതെ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിട്ടായിരുന്നു. ഞാൻ ഈ മുഖമൊക്കെ കഴിവായിരുന്നു. ഞാൻ അങ്ങനെ ക്ഷീണം കാണണം. കഴിഞ്ഞിട്ടല്ലേ ബാക്കിയെല്ലാം. അതെ അതെ, ഉറക്കം ഫുഡ് അല്ലാതെ എക്സാം അപ്പം എങ്ങനെ അത് പുറത്തേക്ക് കൊടുക്കുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യം. കുട്ടികൾ ഉറക്കം അത് ശരിയാ. അല്ല അത് ശരിക്കും പക്ഷെ ചില കുട്ടികൾക്ക്
അപ്പൊ ഇരുന്ന് പഠിച്ചാലേ ചിലപ്പോ തലേ കയറും അങ്ങനെ ചിലരുണ്ട്. അങ്ങനല്ല, അത് ശരിക്കും പറഞ്ഞാൽ മിസ് പറഞ്ഞ കറക്റ്റാണ്. ഓരോ ഞാൻ അങ്ങനെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ വീട്ടിലെല്ലാരും പറയും എന്റെ ചേച്ചിയൊക്കെ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന ആളാ. പക്ഷെ എനിക്ക് ഞാൻ വെളുപ്പിനെ ആയിരിക്കും കിടക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും ഫ്രഷ് അല്ലായിരിക്കും. എക്സാം ഹാളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത് അടുത്ത എക്സാമിനെ ബാധിക്കും. ആ എക്സാമിനെ ബാധിച്ചു. റീച്ചിന്റെ അപ്പ വന്നിട്ട് രാവിലെ എന്തോ ജനലും ഇങ്ങനെ തുറന്നിടാൻ വന്ന അപ്പൊ ഉറങ്ങാൻ പോകുന്നുള്ളൂ. അപ്പൊ നീ നേരത്തെ എണീറ്റോ? അന്ന് എക്സാമിന്റെ ഞാൻ ഉറങ്ങാൻ പോകുന്നുള്ളപ്പാ. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞോണ്ടല്ലോ, ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് രാത്രി എനിക്ക് ആ ഒരു എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ എനിക്ക് ഉറക്കം വരത്തില്ല. എന്റെ ചില ഫ്രണ്ട്സ് പ്രത്യേകിച്ച് വരിക ഞാൻ സ്കിപ്പ് ചെയ്യും. സ്കിപ്പൊക്കെ ചെയ്യും. എന്നുവെച്ചാൽ ആ ചാപ്റ്ററേ നോക്കത്തില്ല, എനിക്കത് പറ്റത്തില്ല. അവിടുന്ന് അതാണ് ഓരോ മക്കള്, ഇങ്ങനെയുള്ള മക്കളും ഉണ്ട്, ഇങ്ങനെയുള്ള മക്കളുണ്ട്, ഇങ്ങനെയുള്ള ഞാൻ അത്ര എക്സാമിനൊന്നും അത്ര എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ ടോപ്പർ ആയതുകൊണ്ട് അതെ എല്ലാരും ബാക്ക് ബെഞ്ചർ ആണെങ്കിലും ഫ്രണ്ട് ബെഞ്ചർ ആണെങ്കിലും നമ്മുടെ ഉറക്കത്തിന്റെ ഇത് ഓരോ ഡിഫറെന്റ് ആണ്. കാരണം ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിലും ഇപ്പം ചില കുഞ്ഞുങ്ങള് എത്ര പഠിപ്പികളാണെന്ന് പറഞ്ഞാലും ചിലവര് രാത്രി മൊത്തം ഇങ്ങനെ ഉറങ്ങാതിരുന്ന് പഠിക്കുന്നവര് കാണും. അവർ എത്ര റിവൈസ് ചെയ്താലും അവർക്ക് പോരാ. പക്ഷെ അങ്ങനെ ഒരു ടെൻഷൻ എനിക്കൊന്ന് എക്സാമിനോടുള്ള ഒരു പേടി ശരിക്കും മാറണം. എക്സാം പേപ്പർ അതെന്തോ ഒരു പേടിയായിട്ടൊരു അത് എല്ലാവർക്കും ഉണ്ട്. അത് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം ഇത്രയും പഠിച്ച് എല്ലാം സെറ്റ് ആയിരിക്കും, എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോ എല്ലാം പോവും. അതായത് ഫസ്റ്റ് ഞാൻ എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് ചോദ്യം നമുക്കൊന്നും അറിയാത്തൊരു ചോദ്യം ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നല്ല എളുപ്പമുള്ള സബ്ജക്ട് ആണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ബാക്കി കട്ടപ്പനയിലെ സീൻ ആ അവസ്ഥയാണ്, അത് നമുക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ചിലവര് പറയുന്നത് ഈ എസ്എ ക്വസ്റ്റ്യനിൽ നിന്ന് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുക. കുറച്ചൊക്കെ നമുക്ക് അറിയാമായിരിക്കും, സമാധാനം. ബാക്കിയുള്ളത് നോക്കിയാൽ മതി. പിന്നെ ടൈം മാനേജ്മെന്റ് ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് ആർക്കും ഇംഗ്ലീഷ് എക്സാമിന് സമയം കിട്ടാതെ പോയിട്ടുണ്ടോ? ഇല്ല. എനിക്കും കിട്ടാതെ പോയിട്ടില്ല. പക്ഷെ എന്റെ കൂടെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ സമയം കിട്ടാതെ പോകുന്ന ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഒക്കെ എഴുതുന്ന സമയത്ത് മലയാളത്തിന് ആ സീൻ ഉണ്ട്. സെക്കൻഡ് പക്ഷെ ഞാൻ ഹിന്ദി ആയിരുന്നു. അതുകൊണ്ടായിരിക്കും ഹിന്ദി കുറച്ചല്ലോ കുറച്ചൊന്നുമല്ല, അത്യാവശ്യം. മലയാളത്തിന് കമ്പയർ ചെയ്യുമ്പോൾ. സോറി, ഞാൻ ഫ്രഞ്ച് ഫ്രഞ്ചിൽ 2 വാക്ക് കോമോത്തു തപ്പല്ലേ കൂടി പറഞ്ഞാൽ അത് മാത്രമല്ല അത് വെച്ചാണ് എനിക്കൊന്ന് ഫുൾ എ പ്ലസ് അത് വെച്ചായിരുന്നു എന്ന് തോന്നുന്നു എ പ്ലസ് കിട്ടിയത്. എന്താണെങ്കിലും എനിക്ക് ഇംഗ്ലീഷിന്റെ സമയത്ത് എല്ലാരും പറയുന്ന സാധനം എനിക്ക് എക്സാം എഴുതിയിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് ഇംഗ്ലീഷിന് എന്തോ കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു സീനുണ്ട്. എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് നമ്മള് പുറത്തിറങ്ങി നിൽക്കുമ്പോ ഫ്രണ്ട്സ് ഒന്നും ഇറങ്ങാതെ അത് മാത്രല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. ലാസ്റ്റ് ആയി ഇറങ്ങുന്നത്. ഞാൻ അതായത് ബെല്ലടിച്ച് വെടി ഇറങ്ങിയിട്ട് എന്നെ വിളിക്കും. എന്നാ നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് സമാധാനത്തോടെ ഒന്നും പഠിച്ചില്ല പെട്ടെന്ന് ഇറങ്ങാന്ന് പറയുന്ന ആളായിരിക്കും ഞാൻ ഏറ്റവും ലാസ്റ്റ് എന്ന് വെച്ചാൽ അവസാനം പേപ്പർ ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്ന സീനില്ലേ, അതുവരെ ഞാൻ നിൽക്കും. എന്നാന്നറിയത്തില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ. അതാ ഇംഗ്ലീഷിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞെന്നു വെച്ചാൽ ഒത്തിരി കുഞ്ഞുങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. അത് മെയിൻ റീസൺ എന്നാന്നറിയോ, അവർക്ക് ആദ്യം തന്നെ ഒരു ഐഡിയ കാണത്തില്ല തലയിൽ എന്ത് എഴുതണം, ആദ്യം ചിന്തിച്ച് പറയാനുണ്ട്. പക്ഷെ അവർക്ക് എങ്ങനെയാണ് അത് എക്സാം പേപ്പറിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അങ്ങനെ കൺഫ്യൂഷൻ വരുന്നവർ ശരിക്കും പറഞ്ഞാൽ ആദ്യം എസ്സേ പാർട്ടോ അല്ലെങ്കിൽ ലോങ് എസ്സേസ് ഒക്കെ എഴുതുന്നതായിരിക്കും നല്ലത്. ഉണ്ട്. പക്ഷെ എന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഓർഡറിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. എനിക്ക് എനിക്ക് ഓർഡർ എഴുതിയില്ലെങ്കിൽ പറ്റത്തില്ല. എനിക്ക് ആ ഒരു ഓർഡർ വേണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 വേർഡ് ആണല്ലോ, ആ സ്പേസ് വിട്ടിട്ട് ബാക്കിയുള്ള എഴുതി തുടങ്ങുമ്പോ പേപ്പർ നോക്കുന്ന ആൾക്കൊരു അത് പേപ്പർ നോക്കുന്ന ഒരാൾക്ക് നല്ലതായിരിക്കും. പക്ഷെ എന്റെ ചേച്ചി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുമിച്ച് എഴുതുന്നത് തന്നെ നല്ലത്. അങ്ങനെ പാർട്ട് എഴുതുകയാണെങ്കിൽ പാർട്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് മൊത്തം ഒരു സൈഡിൽ എഴുതി കഴിഞ്ഞു. പക്ഷെ എന്റെ ചേച്ചി ചെക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ചേച്ചി എപ്പോഴും പറയായിരുന്നു, ഈ എസ്എ ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുന്നവർക്ക് ഇപ്പൊ ആദ്യമൊക്കെ ചെക്ക് ചെയ്തോണ്ടിരുന്നു, ഇത് ഇപ്പുറത്തോട്ട് തിരിച്ചു നോക്കണം, ആൻസർ കീ നോക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറയാം. പക്ഷെ എസ്എ ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയ പിള്ളേരുടെ ആൻസർ ഷീറ്റ്സ് നോക്കുവാണെങ്കിൽ അവര് ആ എസ്എ ഭയങ്കര അടിപൊളിയായിട്ട് അവർക്ക് എഴുതാൻ പറ്റും. കാരണം ഫ്രഷ് ആയിട്ട് നമ്മള് എക്സാമിന്റെ ആ ഒരു ഇപ്പം ആദ്യത്തെ പാർട്ട് എഴുതി, രണ്ടാമത്തെ പാർട്ട് എഴുതി, അപ്പൊ നമുക്ക് ചിലതൊക്കെ നമുക്ക് വിട്ടുപോകാനുള്ള ചാൻസ്. പക്ഷെ എസ്എ ക്വസ്റ്റ്യൻ നമുക്ക് മോസ്റ്റ്ലി എല്ലാം അറിയുന്നതായിരിക്കും. സമയം മാനേജ് പിന്നെ ടെൻഷനായി ഫുൾ ഹാൻഡ് റൈറ്റിംഗിന്റെ ഒരു
അയ്യോ ആദ്യത്തെ പേജ് നല്ല നീറ്റ് അടിക്കും. അവസാനം വരുമ്പോ ഹിന്ദിയൊക്കെയാണ് മനസ്സിൽ പോലും ആവാത്ത പോലെ നമുക്ക് അറബി അങ്ങനെ ഒരു ഹാൻഡ് റൈറ്റിംഗിന്റെ. പക്ഷെ ഹാൻഡ് റൈറ്റിംഗ് അത്ര വലിയ മാറ്റർ ആണോന്ന് വെച്ചാൽ ആണ്. ചില ടീച്ചേഴ്സിന് അത് ഭയങ്കര മനസ്സിലാവില്ല. പിന്നെ അത്ര ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ ഞാന് ചില സമയത്തൊക്കെ ഇപ്പം നമ്മൾ ഒത്തിരി എഴുതാനൊക്കെ ഉള്ള സാധനത്തിന് നമുക്ക് ഇങ്ങനെ എഴുതിയാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം അതിനൊക്കെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ ലൈൻ നമ്മൾ വരച്ച് പോവുകയാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് അവർക്ക് കാണാനായിട്ട് ഒരു ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. പിന്നെ പോയിന്റ്സ് എന്റെ ഒരു മിസ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ഒരു മിസ് പറഞ്ഞാണ്, എനിക്ക് എത്ര ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എക്സാം എഴുതാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ എത്ര എഴുതിയാലും കണ്ടന്റ് കാണും, സാധനം എല്ലാ സാധനവും കാണും, പക്ഷെ പേജ് ഇല്ല. അപ്പൊ ഞാൻ ഈ പേജ് എങ്ങനെയെങ്കിലും വരുത്തണം. പക്ഷെ അങ്ങനെ ചുമ്മാ തള്ളി മറിച്ച് എഴുതാനും പറ്റത്തില്ല, മടിയാണല്ലോ. അപ്പൊ ഞാൻ അത് മിസ് എന്റെ അടുത്ത് പറഞ്ഞൊരു സാധനം, നിങ്ങൾക്ക് ഇപ്പം ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ത് സബ്ജക്ട് ആയിക്കോട്ടെ എന്തിനെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആദ്യം പോയിന്റ്സ് മാത്രമേ എഴുതാം. അപ്പൊ അവര് പറഞ്ഞു തന്നെ അപ്പം ഈ പോയിന്റ്സ് അതൊരു 10-12 എണ്ണം ഉണ്ടെങ്കിൽ പിന്നെ എക്സ്പ്ലനേഷൻ വെച്ച് നമ്മൾ ചുമ്മാ ഓരോരോ പാരഗ്രാഫ്സ് വെച്ച് എഴുതുവാണെങ്കിൽ പേപ്പർ കാണാനും നീറ്റാണ്, വാല്യുവേറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഈ കൊച്ചിനെല്ലാം അറിയാം. പിന്നെ ടീച്ചേഴ്സിനെ കൂടെ കൺസിഡർ ചെയ്യണം നമ്മൾ. അത് നമ്മള് ടീച്ചേഴ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നി തുടങ്ങിയത്. കാരണം അവര് ചെക്ക് ചെയ്യാനിരിക്കുമ്പോ ഇഷ്ടം പോലെ നമ്മൾ ഒരൊറ്റ പേപ്പർ ഒറ്റ ചോദ്യ പേപ്പറാണ് നമ്മൾ ആൻസർ ചെയ്തിരുന്നത്. പക്ഷെ ഇവർക്ക് ഒരു 10-25 അല്ലെങ്കിൽ ഒരു 100 പേപ്പറൊക്കെ ആയിരിക്കും ചെക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അവർക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ അതുപോലെ സമയമുള്ളവരാണെങ്കിൽ ഈ മെയിൻ പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിടുവാണെങ്കിൽ കുറച്ചുകൂടെ സമയം ഉണ്ടെങ്കിൽ അത് നല്ലതും സമയം കൂടുതൽ. ചിലരുണ്ട് ഈ ബ്ലാക്കും ബ്ലൂ ഒക്കെ ആയിട്ട് പോകും, എന്നിട്ട് ബ്ലാക്ക് വെച്ച് ചെയ്തുവാണെങ്കിൽ ബ്ലൂ വെച്ച് അണ്ടർലൈൻ ചെയ്യണം. അങ്ങനെ പിന്നെ നമ്മള് ബുള്ളറ്റ് പോയിന്റ്സിന് ഒരു കളർ ആയിരിക്കും, ഉള്ളിലെ കണ്ടന്റിന് വേറൊരു കളർ ആയിരിക്കും. അതൊക്കെ ചിലവർക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ചിലർ അങ്ങനെ ചെയ്യും. ഞാൻ നോട്ട്ബുക്കിൽ അങ്ങനെ ചെയ്യും, പക്ഷെ എക്സാമോട് നമുക്ക് അതിന് സമയം നടക്കത്തില്ല, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും അതിനുള്ള സമയം കിട്ടത്തില്ല. പിന്നെ ഏറ്റവും കൺഫ്യൂഷൻ വരുന്നത് ഈ 3 മാർക്കിന്റെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ 3 മാർക്കിന്റെ 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ഭയങ്കര സീനായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഓർഡറിൽ എഴുതി വരുന്ന പിള്ളേർക്കാണെങ്കിൽ അവിടെ വെച്ചങ്ങ് സ്റ്റക്കാവും. ഇവിടെ വെച്ച് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 1 മാർക്കിന് വരും, 1 മാർക്കിന് വെച്ച് 5 അതെനിക്കൊന്ന് കഴിഞ്ഞ എനിക്കൊന്ന് +1 ആണോ +2 ആണോ ക്രിസ്മസ് എക്സാമിന് ക്രിസ്മസ് എക്സാം ആണോ ഓണം എക്സാം ആണോ ഏതോ 1 മാർക്കിന് നമ്മൾ പഠിപ്പിച്ചു വിടുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 1 മാർക്കിനെ ഉള്ളൂ ആ ടെക്സ്റ്റില്, 1 മാർക്കിനും കാണത്തില്ല, 1 വേർഡ് ആയിട്ടായാലും ചോദിക്കാം. പക്ഷെ അത് 5 മാർക്കിന് അത് ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് കുട്ടികളുടെ ആ ഒരു പക്ഷെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഓപ്റ്റ് ചെയ്യാം. പക്ഷെ എങ്ങാനും ആ ഓപ്ഷൻ തന്നിരിക്കുന്ന സാധനം നമുക്ക് അറിയാത്തതാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെയുള്ള എസ് എ ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ പഠിച്ചു വെച്ച സാധനം 1 മാർക്കിന് 2 മാർക്കിന് ഇതെങ്ങനെ 2 മാർക്കിൽ 2019 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ 2019 നമ്മൾ റെഫർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് 2019 വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഈ ആ പാറ്റേൺ നോക്കുമ്പോ കാണാവേ, നമ്മൾ വിചാരിക്കും ഇന്ന സാധനമായിരിക്കും വരുന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ആ സാധനം ആ എസ്സേയുടെ ഭാഗത്തൂടെ പോലും പോയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ടെൻഡൻസി വരത്തില്ല. അതായത് ഇപ്പം 8 മാർക്കിന് വെച്ചാൽ 2 മാർക്ക് വന്ന് അയ്യോ അത്രയും ഞാൻ പഠിച്ചറിയാം എനിക്കത് എഴുതി വെച്ചല്ലേ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ സീനാവും. അതാ. പക്ഷെ എസ്സേ എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന പോലെ നമ്മള് പഠിച്ചു വെക്കുക. കാരണം അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ എത്രയൊക്കെ തള്ളി ഇപ്പൊ തിയറി പേപ്പറിനൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ തള്ളി അത് ടീച്ചേഴ്സിനും അറിയാം. അതെ. പക്ഷെ കുറച്ചൊക്കെ കണ്ടന്റ് ലൈക്ക് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക എല്ലാത്തിനും. ഇപ്പം ഞാൻ ബിസിനസ് സ്റ്റഡീസ് തന്നെ വീണ്ടും പറയുന്നത് എന്റെ സബ്ജക്ട് അതെ അക്കൗണ്ടൻസി മിസ്മാർ ഇല്ലാതായിപ്പോല്ലേ, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പം എല്ലാ മെയിൻ പോയിന്റ്സ് കാണും, ഇൻടാൻജിബിൾ ആണ് അല്ലെങ്കിൽ ടാൻജിബിൾ ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലെ എല്ലാ പോയിന്റ്സിനും നേച്ചർ എല്ലാ ഡിഗ്രി പഠിക്കാൻ നമുക്ക് 15 മാർക്സുള്ള എസ്സേസ്. അപ്പം അവസാനം ഒന്നും എഴുതാനില്ല, 2 പേജെങ്കിലും തയ്ക്കണ്ടേ, ഒന്നും എഴുതാനില്ല. ഞാൻ പാട്ടൊക്കെ എഴുതി വെക്കുമായിരുന്നു, നല്ല പാട്ടൊക്കെ എഴുതി വെക്കുമായിരുന്നു. ഞാൻ പാട്ടൊന്നും എഴുതി വെച്ചിട്ടില്ല, പക്ഷെ ഞാൻ പഠിച്ച സാധനം അതായത് ആ ചാപ്റ്ററിൽ നിന്ന് എവിടെയെങ്കിലും പഠിച്ച സാധനം ഇടയ്ക്ക് കുത്തിക്കയറ്റും. എന്നിട്ട് പാട്ട് എഴുതി വെക്കുമ്പോ ഒരു കോൺഫിഡൻസ് അതൊക്കെ ഹിന്ദിയൊക്കെയാണ് നടക്കുന്നത്.
അത് എന്താല്ലേ എനിക്കത് ഭയങ്കര പേടിയാണ്. കാരണം എന്റെ സ്കൂളിലെ മിസ്സുമാരെ എന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് കിട്ടി കഴിഞ്ഞിട്ട് മുന്നിൽ നിർത്തി ഡിസ്കസ് ചെയ്യുമായിരുന്നു. അത് പക്ഷെ മോശം. അത് ശരിക്കും പറഞ്ഞോട്ടെ അത് മോശമാണ്. കാരണം എല്ലാ സ്റ്റുഡൻസും ഡിഫറെന്റ് ആണ്. അവരുടെ തോട്ട് പ്രോസസ് കൂടുതലായിട്ട് അത് മനസ്സിലാക്കും. നമ്മുടെ പക്ഷെ എന്നാലും ഉണ്ട് കേട്ടോ. എന്നാലും ഇപ്പൊ ചെയ്യുന്നവരുണ്ട്. നമ്മളുടെ ഒരു പ്രായത്തിലുള്ളവർ. അതെ അതെ ഇവർക്ക് ക്ലാസ് പഠിക്കുമ്പോ നിങ്ങൾ 6ാം ക്ലാസ്സിലുണ്ട്. എന്നാലും ഒരു വലിയ ജനറേഷൻ ഗ്യാപ്പ് ആണ് അതിന്റെ ഇടയില്. ഓക്കെ, പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ചെറിയ വ്യത്യാസമൊന്നുമില്ല. ഇൻഡയറക്റ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ പോകുക. അതായത് ഇപ്പം വാട്ട് ഈസ് ബിസിനസ് എന്നാക്കി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം. അത് വേറെ രീതിയിൽ അവര് അതായത് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ പറ്റി ഒരു ഇതുണ്ടല്ലോ നമുക്ക് പഠിക്കാൻ. അപ്പം അതിന് ഒരാള് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആ പറയുന്ന വ്യക്തിക്ക് നമുക്ക് ബിസിനസ്സിൽ ഒരു ടേം ഉണ്ട്. ആ ടേം എന്താണ്? 1 മാർക്കിന്റെ ചോദ്യമാണ്. എസ് എ പോലത്തെ ഒരു സാധനത്തിനായിരിക്കും കാണുമ്പോ നമുക്ക് മനസ്സിൽ വരത്തില്ല. പക്ഷെ ആ കോൺസെപ്റ്റ് നമുക്കറിയുന്നേക്കാളും കൂടുതൽ അറിയാം. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയ സമയത്ത് ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചു. പക്ഷെ എനിക്കറിയില്ല. ഞാൻ അവിടെ കിടന്ന് അവന് മനസ്സിലായിട്ടുണ്ടോ അറിയില്ല. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. അറിയാവുന്ന പോലെ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അവന്റെ ഡൗട്ട് തീരുന്നില്ല. അവന് അത്രയും അറിയാം അതിനെ. ലൈവ് എടുക്കുമ്പോൾ ഇവര് ചോദിക്കുന്ന ഡൗട്ട്സ് നമ്മളത് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നൊരു സാധനമാണ് നമ്മൾ ഈ എക്സാമിന്റെ സമയത്തൊക്കെ നമ്മൾ ഈ ലൈവ് എടുക്കുന്ന സമയത്ത് അത്രയും നാൾ അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണം. നമ്മൾ ചോദിക്കും സംശയമുണ്ടോ പറയോ, നമ്മളിപ്പോ ഡൗട്ട് ക്ലിയർ ആക്കി തരാം. എക്സാമിന്റെ തലേദിവസം വന്നിട്ട് ചോദിക്കും, അല്ലെങ്കിൽ എക്സാമിന്റെ അന്ന് രാവിലെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വന്ന് ചോദിക്കും, മിസ് ഇത് എന്തുകൊണ്ടാണ് മിസ് ഇങ്ങനെ വന്നത്? അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പക്ഷെ അവരന്നേരം അതെന്തുകൊണ്ട് അവര് പഠിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാവും അവര് പഠിച്ചല്ലോ, അതുകൊണ്ടാണ് ഡൗട്ട് വന്നത്. ഡൗട്ട് നമ്മള് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഡൗട്ട് ഇല്ല എന്ന് പറയുന്നത് പഠിക്കാത്ത പിള്ളേരെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്താണ് ചിന്തിക്കുന്നത്. അന്ന് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടി. കുറച്ചുകൂടി ഞാൻ പക്ഷെ അങ്ങനെ ഒരു ഗുണമുണ്ട്. ടീച്ചേഴ്സിനാണെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോ ചോദ്യം ചോദിക്കാൻ വേണ്ടി എഴുന്നേക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്, അല്ലെങ്കിൽ ഡൗട്ട് വരുന്ന സ്റ്റുഡൻസും ഉണ്ട്. ഡൗട്ടൊക്കെ ചോദിക്കുമ്പോഴാണ് ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് പോയ സമയത്താണ് ഡൗട്ട് ചോദിക്കുന്ന കുട്ടികളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. എനിക്ക് മനസ്സിലായി ടീച്ചറുടെ ഭാഗത്തല്ല അതൊന്നുമില്ല. അവർ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന അത് ചില സ്റ്റുഡൻസ് എന്റെ ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ എന്റെ മുന്നിൽ ആരെങ്കിലും വന്ന് നിന്ന് സംസാരിക്കുവാണെങ്കിൽ ഞാൻ അവർക്ക് തന്നെ ഫുൾ ഫോക്കസ് കൊടുക്കും, വേറെ ഒന്നും ശ്രദ്ധിക്കത്തില്ല. നമ്മള് ഞങ്ങൾ സെമിനാർ ഒക്കെ എടുക്കുമ്പോൾ റേച്ചിലെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ്. എനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ ഇങ്ങനെ മെയിൻ ക്യാരക്ടറായിട്ട് ഞാൻ പക്ഷെ ക്ലാസ്സിൽ സ്കൂളിൽ ഞാൻ അങ്ങനെയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആണോ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോ ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ മാത്രമേ നോക്കിയിരിക്കുന്നുള്ളല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പം ടീച്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമാ. അവരൊരു ദിവസം നമ്മൾ ആബ്സെന്റ് ആയാൽ നമ്മളെ ചോദിക്കും. സെമിനാറിനൊക്കെ റീസൺസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു പേടിച്ച് വരച്ചൊക്കെ ആയിരിക്കും കയറുന്നത്. ആദ്യം കയറുമ്പോ ഒന്നും മനസ്സിലായില്ലെങ്കിലും അല്ല എന്റെ അടുത്ത് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, നമ്മൾ ആൻസർ പറയും. എന്താണ് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മള്. അങ്ങനെയല്ല, നമ്മൾ മോട്ടിവേറ്റിംഗ് അതേഴ്സ്. അതൊരു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചോണ്ട് ഞങ്ങൾക്ക് അറിയാം. പഠിപ്പിന്റെ ഞങ്ങളുടെ ആ ക്ലാസ് എന്ന് പറയുമ്പോൾ അല്ല അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് കുറച്ച് പേരൊക്കെ ഇപ്പോഴത്തെ സ്റ്റുഡൻസും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് വരേണ്ട ചേഞ്ചസ് ഉണ്ട്, സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് വരേണ്ട ചേഞ്ചസ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സ്റ്റുഡൻസ് അത്ര വലിയ സീനില്ല. പക്ഷെ എന്നാലും ടീച്ചേഴ്സ് എടുക്കുന്ന സമയത്ത് പക്ഷെ എന്നാലും ടീച്ചേഴ്സ് എടുക്കുന്ന സമയത്ത്
അവരെ ഒന്ന് ഫോക്കസ്, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത്. ഇപ്പൊ ഞാൻ എപ്പോഴും ഓർക്കുകയാണ് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ PT പീരീഡില് മാത്സ് മിസ് കയറി വരുന്നു. എനിക്ക് ഇതുപോലൊരു കലിപ്പ് അറിയില്ല. അപ്പൊ നമ്മളിങ്ങനെ വന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മളിരിക്കുന്നത്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫ്രീ പീരീഡ് കിട്ടുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് ലൈവ് വെക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ. അപ്പൊ നമുക്കറിയാം പോഷൻ തീരാത്തത് കൊണ്ടാണ് അവരുടെ ഭാഗത്ത് ചിന്തിച്ചു നമുക്ക് മനസ്സിലാക്കാം. മെച്ചുവേർഡായി ഇവരെന്ത് പറയാ അതിന് തള്ള വൈബ് തന്ത വൈബ് എന്നൊക്കെ പറയെങ്കിലും ഇപ്പോഴാണ് ആ കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ അതായിരുന്നു ശരി എന്നുള്ളത്. യെസ്. അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ സ്കൂൾ ലൈഫിൽ എന്റെ ഏറ്റവും വലിയ പേടി എക്സാം തന്നെയായിരുന്നു. കാരണം സ്കൂളിലൊക്കെ പോകാൻ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാ പരിപാടിക്കൊക്കെ ചാടി ഓടി കയറുമായിരുന്നു. പക്ഷെ എക്സാമിന്റെ സീസൺ ആവുമ്പോൾ അതെ അത് എല്ലാവർക്കും ഉണ്ട്. എക്സാമിന്റെ ആ ഒരു സമയം തൊട്ട് അയ്യോ ഇനി എക്സാം ആവുമല്ലോ, ഒരാഴ്ച മുമ്പ് ടൈം ടേബിൾ ഇനി 5 ദിവസം ഉണ്ട്, 6 ദിവസം പഠിക്കും. പേപ്പറൊക്കെ എടുത്തുന്ന കളറൊക്കെ ചെയ്ത് എന്റെ വീട്ടിൽ അപ്പയമ്മയൊക്കെ എപ്പോഴും പറയാൻ ഞാൻ വലിയ സെറ്റപ്പിലൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോ അപ്പ പറയും തലേ ദിവസം എടുക്കാനല്ലേ ഇതിന് ഇത്രയും ദിവസത്തെ അമ്മ എല്ലാവർക്കും അറിയാം തലേ ദിവസം എടുക്കത്തുള്ളൂ. പക്ഷെ എന്നാലും അത് നമ്മുടെ ലൈവിന് കേറുമ്പോ നമുക്കറിയാം ഈ തലേ ദിവസത്തെ ആ കൗണ്ട് കാണുമ്പോ നമുക്കറിയാം അതാ പേടി. അവര് ചോദിക്കുന്ന ചോദ്യങ്ങളായിക്കോട്ടെ, ചിലവര് ചോദിക്കും മിസ്സേ ഈ കോൺസെപ്റ്റ് എനിക്ക് അറിയത്തില്ല, അത് പറഞ്ഞു തരാവോ. ഇത്രയും നാള് ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ഒന്നും ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അതാ അവര് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതിലൂടെയാണ് നമ്മൾ. യെസ്. അപ്പം നമ്മള് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് മേ ബി അവരുടെ കുട്ടികളുടെ അടുത്ത് പറയുമ്പോ അവര് വിചാരിക്കാം നമ്മള് ഉപദേശം തുടങ്ങി എന്നൊക്കെ നമ്മള് പറയുമായിരുന്നു. പക്ഷെ ഞാൻ അതിന് കുട്ടികളെ ഉപദേശിക്കാൻ പോകുന്നതിന് ആദ്യം തന്നെ പറയും നിങ്ങക്ക് ഉപദേശിക്കാറുണ്ട് ഉപദേശിക്കാറുണ്ട്. അപ്പൊ പറയും ഞങ്ങളോട് പറയുമ്പോൾ, ഞങ്ങളോട് എന്തെങ്കിലും ഉപദേശം പറയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ്, എന്നാലും ഒന്ന് കേക്ക് കേട്ട് കഴിഞ്ഞാൽ ആ ബോട്ട് ഇതിലെ കേട്ട് ഇതിലും എന്തെങ്കിലും. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് ഓരോ ടീച്ചേഴ്സ് ചില ടീച്ചേഴ്സ് ഒക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഭയങ്കര അലമ്പത്തില്ലേ, ക്ലാസ് ഒക്കെ ഫുൾ അലമ്പായിട്ട് ടീച്ചേഴ്സ് ഇറങ്ങി പോകുന്ന അങ്ങനെ എന്തെങ്കിലും ഇറങ്ങി പോകുന്ന സീനൊക്കെ വരുവേ. ഞങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തപ്പോ വരെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മളൊരു സാധനം തലയെ വെച്ച് അത് ഓർക്കണം. നമ്മള് ടീച്ചേഴ്സ് നമ്മളെ ഫ്രണ്ട് ഇരുത്തി പഠിപ്പിച്ചു, നമ്മള് യൂട്യൂബിൽ ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ അവർ അങ്ങോട്ടേക്ക് നമുക്ക് ഇറിറ്റേഷൻ. അപ്പൊ നമ്മൾ ഇവര് പറയുന്നത് കറക്റ്റ്. നമ്മുടെ ടീച്ചേഴ്സ് അന്നേരം പറയും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ച് തരാൻ വേണ്ടി ഞാൻ കുറച്ച് കോൺസെപ്റ്റ് ആയിട്ടാ വന്നത്, പക്ഷെ ഇപ്പം അതെല്ലാം എന്റെ തലേന്ന് പോയി. കറക്റ്റ് കാര്യം, കറക്റ്റ് സാധനം. കാരണം നമ്മള് ഒരു സാധനം പഠിപ്പിക്കുന്നതിനിടെ എന്നെ കൊണ്ട് വിശേഷം യൂട്യൂബിലെ കമന്റ് കാണുമ്പോ നമുക്ക് ടീച്ചേഴ്സിന്റെ അത് അമ്മ എപ്പോഴും പറയും കർമ്മ നമ്മളെന്താണ് ചെയ്തത് തിരിച്ചു കിട്ടും. അത് അറിഞ്ഞു തന്ന പ്രൊഫഷനാണ്. ചില ലൈവിൽ റീച്ചിലൊക്കെ ഞങ്ങള് ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾ സംസാരിച്ചോ, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും, സംസാരിച്ചോ. ഇടയ്ക്ക് നല്ല എന്റർടൈൻമെന്റ്. ഇടയ്ക്ക് നമ്മളിങ്ങനെ നോക്കും, ഒരാളിങ്ങനെ ഓരോ പ്രപ്പോസൽ സീനൊക്കെ ആയിരിക്കും. ഐ ലവ് യു പറഞ്ഞോ, എന്നിട്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യും. അതൊക്കെയാണ്. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എന്നെ ഒന്ന് ഫ്രണ്ട് ആക്കുവോ. അപ്പൊ ഞങ്ങൾ പറയും ഞങ്ങള് ഹൃദയം തരണേ, കൂട്ടുകൂടണേ. എങ്ങനെ പറയാൻ തോന്നുന്ന സമയത്ത് മിസ് ഇനിയും പഠിച്ച എനിക്ക് A+ കിട്ടും. രാവിലത്തെ മോർണിംഗ് പഠിച്ച എനിക്ക് ഫുൾ മാർക്ക് കിട്ടും. കിട്ടും ഇഷ്ടം പോലെ കിട്ടും, എല്ലാം കിട്ടും. നേരത്തെ വന്ന് പഠിക്കണമായിരുന്നു. പക്ഷെ നേരത്തെ നമ്മൾ ടൈം ടേബിൾ സ്കെഡ്യൂൾ ചെയ്യുന്ന സമയത്തെ നമ്മളിപ്പോ പറയാനായിട്ട് നല്ല എളുപ്പമാണ്. പക്ഷെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു താല്പര്യം ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷെ എന്നാലും ആദ്യമേ ഒരു സാധനമുണ്ടേ, നമ്മൾ ഈ എക്സാമിന്റെ മുന്നേ നമ്മൾ പഠിച്ചാലേ തലേ കയറും. ഇപ്പൊ നേരത്തെ വരിക പറഞ്ഞു എക്സാമിന് പെട്ടെന്ന് കയറും. നാള് നമ്മള് തല കുത്തി നിന്നാലും ഈ എസ് തലേ കയറത്തില്ല. പക്ഷെ എക്സാമിന്റെ തലേ നമ്മൾ പഠിച്ചു സാധനമുണ്ട്, പഠിക്കാനുള്ള ഇതുണ്ട്, പഠിക്കാനുള്ള ആഗ്രഹം. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക്. പിന്നെ വേറൊരു സാധനമുണ്ട്, നമ്മള് ഒരു സാധനം തന്നെ. ഇപ്പൊ നമ്മള് ചില പാട്ടുകളൊക്കെ നമ്മള് ഈ വെറുതെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരുന്നാണോ നമ്മൾ പാട്ട് അല്ലല്ലേ, ചില പാട്ടുകളൊക്കെ നമ്മള് പഠിക്കാൻ വേണ്ടി ഇരുന്ന് കേൾക്കുന്ന സാധനമല്ല.
പക്ഷെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ കേട്ട് അതിനെ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ലൈവ് സെഷൻസ് കൊടുക്കുന്ന സമയത്ത്, ഇതിപ്പോ നമ്മൾ യൂട്യൂബിന്റെ ഒരു ബേസിലാണ് ഞാൻ പറയുന്നത്. ലൈവ് സെഷൻസ് കൊടുക്കുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾ പഠിക്കാൻ വേണ്ടി ഇല്ലെങ്കിലും ജസ്റ്റ് ഇതൊന്ന് ഓൺ ആക്കിയിട്ട് ക്ലാസ് ജസ്റ്റ് ഒന്ന് ഇവൻ എന്ത് ഈ പറയുന്നത് എന്നുള്ള ഇതിലാണെങ്കിലും ഇരുന്നാൽ മതി. ചില ടേംസ് ഒക്കെ അവർ തലേ തന്നെ കയറും. ഇരുന്ന് പഠിക്കത്തില്ല, പക്ഷെ ആള് കേട്ട് കഴിഞ്ഞാൽ ക്ലാസ് ഇരുന്ന് കേൾക്കുന്ന വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പറയുമ്പോ ഗ്രാസ്പ് ചെയ്യുന്ന ആളാ. എനിക്കത് കാണുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടം. അത് ഓരോരുത്തരുടെ രീതി. ചിലർക്ക് എനിക്ക് കുത്തിയിരുന്ന് പഠിച്ചാലേ എനിക്ക് തലക്ക് എനിക്ക് കേൾക്കണം. അതാ ഞാൻ ചില സമയത്ത് പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ അടുത്ത് ഞാൻ പറയാം, ഇതൊന്ന് വായിച്ചിട്ട് എനിക്ക് ഇതിന്റെ കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരാമോ. ആ ഒരു വോയിസ് നോട്ട് കേൾക്കുമ്പോൾ എനിക്ക് ആ സാധനം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അറിയാം ഓരോ രീതിയാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി അറിയോ, ഈ പാട്ട് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന പോലെ ഈ പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ പാട്ടിലേക്ക് ആക്കിയിട്ട് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ലാസ്റ്റ് എനിക്കൊന്ന് ട്രിക്ക് യൂസ് ചെയ്ത് പഠിക്കുന്ന പോലെ അപ്പൊ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് പാട്ടിലേക്ക് മാറ്റാം, എന്നിട്ട് പാടി കേൾപ്പിച്ചു കൊടുക്കണായിരുന്നു മ്യൂസിക്. നമ്മള് സോഷ്യലൊക്കെ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യുക. നല്ലതാ, അതിപ്പോഴും ഓർമ്മ ഉണ്ടാവും. ബാക്കി അത് സത്യം. ചില ഇപ്പം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചില കോഡ്സ് ഒക്കെ ഓർത്തത്, ആ കോഡ്സ് ഒക്കെ എന്താണെന്ന് അറിയത്തില്ല, ആ കോഡ് മാത്രം അറിയാം. അത് ഇവിടെ പറയാൻ പറ്റുന്നില്ല, ഞാൻ പറയുന്നില്ല എന്താ കോഡ്. അല്ല, എല്ലാവർക്കും അങ്ങനത്തെ കോഡുകൾ ചെയ്യുന്നത് ശരിക്കും എക്സാമിന് പോകുമ്പോഴും നമുക്ക് കോഡുകൾ ഏതാ 1 2 3 ABCD. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, അത് അയ്യോ സത്യം നമ്മള് ഞാൻ തിരിയുമ്പോ ഇത് പക്ഷേ ഉണ്ടല്ലോ മെരിയ സൂപ്പർ ആയിരുന്നു. എക്സാം ഹോളിലുണ്ടല്ലോ ഒരാളിങ്ങനെ അല്ല, ചില ആൾക്കാർ നോക്കൂല, നമ്മള് സാറുമാര് നമ്മള് പറഞ്ഞു വെക്കും നോക്കില്ലേ. ചില പഠിപ്പികള് അത് പക്ഷേ ഉണ്ടല്ലോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ല, അവർക്ക് ആ കോൺസെൻട്രേഷൻ കുറ്റം പറയാനേ പറ്റത്തില്ല. ചില കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക്, അതായത് അവര് ചെയ്യാത്ത ഒരു കുറ്റത്തിനായിരിക്കും ചിലപ്പോ ടീച്ചേഴ്സ് വഴക്ക് പറയുന്നത്. അത് മോശമല്ലേ? അതുമല്ല, അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൽ അവർ ഫ്ലോ പോകാൻ ചാൻസ് പോകും, ശരിക്കും ഫ്ലോ പോകും. സത്യം. സമയത്ത് എന്റെ കസിൻ തന്നെയായിരുന്നു എന്റെ കൂടെ, അലീഷ എന്ന പേര്. അപ്പൊ അലീഷ അനസ്യ പേര് വെളിപ്പെടുത്തി അടുത്തടുത്തല്ലേ. അപ്പൊ ഇവളെല്ലാം ഇതുപോലെയാ, തലേന്ന് മൊത്തം പഠിക്കണം. അങ്ങനെ ഇവള് മുന്നിലുണ്ടാവും, ഞാൻ ബാക്കില്. അപ്പൊ ഒക്കെ എഴുതരും, കാണിച്ചു തരും. കസിനാണല്ലോ, കാണിച്ചു തരണല്ലോ. അങ്ങനെ മൊത്തം എഴുതും. എക്സാമിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് പൊക്കി അവളെക്കാളും മാർക്ക് കൂടുതൽ എനിക്ക്. പ്രശ്നമില്ല, പക്ഷെ എന്നിരുന്നാലും നോക്ക് നമുക്കൊരു പ്രശ്നം, നമുക്കൊരു വിഷമം. അതെന്താ വെച്ചാ അതിന് കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂട്ടി അവര് ലാസ്റ്റ് ഓർക്ക് കൂട്ടി എഴുതാൻ പറ്റുന്നതിന്റെ മാക്സിമം എഴുതിയിരിക്കും. പക്ഷെ അത് നമുക്ക് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടീച്ചേഴ്സ്. ഓരോ ടീച്ചേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അത് ശരിക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ എക്സ്പീരിയൻസ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിച്ചു മൊത്തം തികച്ചും സാങ്കല്പികം മാത്രമാണ്. ആരും എവിടെ പോയി ഞാൻ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരുന്ന സമയത്താണ് ആദ്യമായിട്ട് കോഡ് പറഞ്ഞു എങ്ങനെ ഞാനെന്താ അലസിയ പറഞ്ഞു കൊടുത്തേ. ഇല്ല, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ ബിറ്റ് വെക്കുന്നതാണ്. ഞാൻ സ്കൂളിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയായിരുന്നു. അപ്പൊ അല്ല, ബിറ്റ് വെക്കാൻ എല്ലാവരും ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് മറ്റേ ഈ നമ്മുടെ കുർത്തി പോലത്തെ ആയിരുന്നു. അപ്പൊ ഈ കുർത്തിന്റെ ഈ ഒന്നും വെളിപ്പെടുത്തരുത്. ശരിക്കും സങ്കടം. നമ്മളിപ്പോ പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് എടുത്തിരിക്കുന്ന ആളോട് ആ സമയത്ത് ഒരു പേടി ഉണ്ടാവും. നമ്മളിരുന്ന് അതാ ഞാൻ പറയാൻ വന്നേ. പഠിച്ചു കഴിഞ്ഞാൽ തീർന്ന് അത്ര 5 വർഷത്തേക്ക് എന്താ പിന്നെ എക്സാം വരെ ഇപ്പൊ ഒരു റീലായിട്ട്, അതായത് സൈഡിലോട്ട് മാറിയോ ഈ ബാർ കിട്ടിയത് വരെ റീലായിട്ട് കുട്ടികൾ ഇടുന്നുണ്ട്. ഞാനത് കണ്ടു. ഭയങ്കര എന്തോ അച്ചീവ്മെന്റ് കിട്ടിയ പോലൊക്കെ അതിന്റെ താഴെ കമന്റ് ഉണ്ട്, എന്തെങ്കിലും പറഞ്ഞാൽ തന്തവൈ ബാബു അതുപോലെ വിട്ടേക്ക്. സത്യം അങ്ങനെ ഇപ്പൊ നമ്മൾ തള്ളവൈബായിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് ഞാൻ പറയട്ടെ, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആദ്യമായിട്ട് ശരിക്കും ഒറിജിനൽ മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, DTV. ആ സാധനമൊക്കെ വെച്ച് ഇങ്ങനെ മടക്കി കൊണ്ടുവരുന്ന സാധനം.
അപ്പം ഞാൻ ആദ്യം നമുക്ക് ഒരു ബെഞ്ചിൽ 2 പേര്. ഇപ്പൊ ഒരറ്റത്ത് ഞാൻ, ഒരറ്റത്ത് വേറൊരു ചെറുക്കൻ, അപ്പുറത്തെ ക്ലാസ്സിൽ ഒരു ചെറുക്കൻ. ചെറുക്കനാണ് അപ്പൊ കൊണ്ടുവന്നത്. ചെറുക്കനാ അവനെ കൊണ്ടുവന്നേ. അവന്റെ കയ്യില് ബോക്സ് ഒന്നും ഇല്ല, പേന പോലും ഇല്ല. പേന ഉണ്ട്, ഒരു പേനയുണ്ട്, പേന ഉണ്ട്. അന്ന് അക്കൗണ്ടൻസി എക്സാം ആയിരുന്നേ. അപ്പം ഇവന്റെ കയ്യില് ഇവൻ ബിറ്റൊക്കെ വെച്ചിട്ട് കേറുന്നൊക്കെ ഞാൻ കണ്ടു. അത് പോക്കറ്റിലൊക്കെ വെച്ച് അവിടെ ഇവിടെ കൈയുടെ മടക്കിലോ, സോറി അത് വെളിപ്പെടുത്താൻ പറ്റില്ല, അങ്ങനെ ബിറ്റ് വെച്ച്. അപ്പം ഞാൻ ഇതെല്ലാം ഞാൻ ഈ സൈഡിൽ ഇരുന്ന് ഞാൻ എഴുതുക. അപ്പൊ നല്ല ടഫാ സാധനം, കയ്യിൽ നിന്ന് പോയി. അപ്പൊ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഇവനാണെങ്കിൽ അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. പക്ഷെ ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ലല്ലോ. ഇവനാണെങ്കിൽ സൈഡിൽ ഇരുന്ന് മാസ്, ഇവനെടുത്ത സാധനം എല്ലാം വന്നെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് എടുത്ത് എഴുതുന്നു. എന്തെങ്കിലും എഴുതി വെക്കണേ. ഈ സാധനം അവൻ കറക്റ്റ് എടുത്ത് അകത്ത് ഇങ്ങനെ കേറ്റി വെച്ചപ്പോഴത്തേക്ക് ഇൻവിജിലേഷൻ ആണ്. ഏത് നമ്മുടെ യൂണിവേഴ്സിറ്റിന്ന് അങ്ങനെ വരും. അത് കണ്ടോ എന്നിട്ട് കേക്ക്? എന്നിട്ട് എല്ലാരും ചെക്കിങ്. അപ്പം പൗച്ചൊക്കെ ഉള്ളവരെ, അതായത് ബോക്സ് കൊണ്ടുവരുന്നത് ഞാനാണെങ്കിൽ ഒരു വലിയ പൗച്ചൊക്കെ ആയിട്ട് പോകുന്നത്. അതായത് പെന്ന്, പെൻസില്, സ്കെയിൽ എല്ലാം ആയിട്ട് ഞാൻ പോകുന്നത്. അപ്പൊ അവര് വന്ന് എന്റെ പൗച്ചൊക്കെ എടുത്ത് നോക്കുന്നു. അപ്പൊ എനിക്ക് പേടി, ഇവൻ വല്ലോ എന്റെ പൗച്ച്. അപ്പൊ ഞാനാണെങ്കിൽ നൈസായിട്ട് ഇത് എന്റെ പൗച്ച് ചെക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇവൻ എവിടെയോ വെച്ചെന്ന് എനിക്കറിയത്തില്ല, കൊടുത്തേന്നൊന്നും എനിക്കറിയത്തില്ല. ജനൽ വല്ല സൈഡിലുണ്ടായിരുന്നു? ഇല്ല, ജനലൊന്നും ഇല്ലായിരുന്നു, നടുക്കെന്തോ ഇരുന്നേ. എന്നിട്ട് ചെക്ക് ചെയ്ത് കിട്ടിയില്ല. അപ്പൊ ഞാൻ എന്നിട്ടിരുന്ന് ഓ ദൈവമേ, എനിക്ക് പേടിയാ, നമ്മക്കും കൂടെ ടെൻഷനാ. അപ്പൊ അവരുടെ ടെൻഷൻ ഓർത്തെ. അവന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു അവസാനത്തെ ഒരു എസ്സേ അവൻ അറിയാവുന്ന ഒരു സാധനമായിരുന്നു, ആദ്യത്തെ ഒരു ഭാഗം അറിയാത്തുണ്ടായിരുന്നുള്ളൂ, അത് വെച്ച് എഴുതിയിട്ട് അവനിരുന്നേ. പക്ഷെ അവര് പെട്ടെന്ന് വന്നതിന്റെ ടെൻഷൻ കാരണം അവൻ എസ്സേ നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല. അപ്പം അങ്ങനത്തെ ടെൻഷനുകൾ ഇച്ചിരി എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന ആണെങ്കിലും എഴുതാൻ പറ്റാത്ത അവസ്ഥയിൽ വരും. അത് എഴുതുന്ന സമയത്ത് നമുക്ക് പഠിച്ചുകൂടെ? അങ്ങനെ ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ ബിറ്റ് എഴുതുന്ന സമയത്ത് അവര് ബിറ്റ് എഴുതുന്നില്ലല്ലോ, സ്കൂളിലെ കുട്ടികളൊക്കെ ചിലപ്പം എഴുതിക്കൂടെ. പക്ഷെ അത് ഇപ്പൊ അതറിയില്ല, അത് ഞങ്ങൾ അത്ര കോണ്ടാക്ട്, ഞങ്ങൾ ജസ്റ്റ് എവിടെ എത്തി. ഇതുപോലെ തന്നെ എന്റെ അടുത്തൊരു സീനിയർ ഇരുന്നിരുന്നു. പുള്ളി ഇങ്ങനെ അങ്ങനെ ബിറ്റൊന്നുമല്ല, ഫ്രണ്ട് ഇരുന്ന ആളുടെ ഇങ്ങനെ നോക്കി. അപ്പൊ സാറ് വന്നിട്ട് ഒറ്റ വെട്ട് ഒന്നുമില്ല. അപ്പൊ പുള്ളി എന്റെ അടുത്ത പേപ്പർ മേടിച്ചിട്ട് അത് തന്നെ നോക്കി. പിന്നെ അയ്യോ, ഇത് നമുക്കും കൂടെ ടെൻഷൻ ആവേ. കാരണം നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാള് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ അവനും കഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് നിങ്ങള് ഇച്ചിരി ടോക്സിക് എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് ഇച്ചിരി ഇതായി, അതായത് എനിക്ക് കിട്ടേണ്ടിയായിരുന്നു. അപ്പൊ അതെ, പക്ഷെ അവനെ പൊക്കിയില്ല കേട്ടോ, പൊക്കിയില്ല. പക്ഷെ അത് ഇതൊരു കഴിവല്ല, ഓവർ ടാലന്റഡ് ഗൈ. അപ്പം എക്സാമിന്റെ സമയത്ത് കുറെ ഇതുപോലെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ പൊക്കിയവരുണ്ട്, ഡീബാർ ചെയ്യാൻ വിട്ടവരുണ്ട്. പക്ഷെ ഡീബാർ ചെയ്ത് ഞാൻ അങ്ങനെ ഒരു സീൻ ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നു. കരഞ്ഞ് കാല്, സ്കൂളില് +2 പഠിക്കുമ്പോ കരഞ്ഞ് കാല് പിടിച്ച് വീട്ടിന്നൊക്കെ അത് നോക്കണേ. +2 അവസ്ഥ. പക്ഷെ അന്ന് ആ റീലില് കണ്ടപ്പോ ശരിക്കും അത് അയ്യോ ഞാനത് കണ്ടിട്ടില്ല. ഞാനത് കണ്ടിട്ടുണ്ട്. അല്ലേ, 2 പെൺകുട്ടികളാ ആണ് കൂളായിട്ട് നിന്ന് യോയൊക്കെ പറഞ്ഞു. അത് നോർമൽ എക്സാമിലും ആയിരിക്കും. മെയിൻ എക്സാം ആയിരുന്നു. മെയിൻ എക്സാംസ് വെറുതെ റീലിന്റെ വേണ്ടി എടുത്തായിരിക്കും ചിലപ്പോ. എനിവേ എന്താണെങ്കിലും അത് നല്ല ടെൻഷനുള്ള പരിപാടിയാണ്. അതിനേക്കാളും ഭേദം പഠിച്ചിട്ട് പോയി എന്തെങ്കിലുമൊക്കെ പഠിച്ചു. നമ്മൾ ഈ ടെൻഷൻ അത്രയും ആ സമയത്ത് ടെൻഷൻ നെഞ്ചുവേദന വന്ന് വല്ലതും പറ്റിപ്പോയി എന്താ എടുക്കുക? അല്ല, ആ ലാസ്റ്റ് മിനിറ്റിൽ തോന്നുന്ന ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിട്ട് കാര്യം. പക്ഷെ ഏറ്റവും ബെസ്റ്റ് വേസ് നമ്മള് അല്ല പഠിക്കാന്നല്ല, നമ്മളിപ്പോഴേ നമ്മൾ അങ്ങനെയല്ല, നമ്മളിപ്പൊ പറയും നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നൊക്കെ പറയുമ്പോ അവർക്കൊരു നേരത്തെ പഠിച്ചിട്ട് പിന്നെ വേറൊരു സാധനമുണ്ട്, ഈ കൊമേഴ്സുകാർക്ക് വളരെ എളുപ്പമാണ്, തീരും, അവർക്കൊന്നും നമ്മുടെ ഫേസ്ബുക്ക് അമ്മമാരും അമ്മായിമാരും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയല്ലടാ, ഇത് ഇവർക്ക് തലേദിവസം ഇരുന്നാലും തീരും. സയൻസുകാർ വന്നിട്ടൊരു ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾക്കൊക്കെ എന്തുണ്ട്, നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ പഠിക്കാൻ, ഞങ്ങളൊക്കെ ഒരു സയൻസുകാരിയാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം +1 സയൻസ് എടുത്ത വ്യക്തിയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം, ഞാൻ ഈ ഡിഗ്രി ഇതില് കൊമേഴ്സിലോട്ട് വന്നു കഴിഞ്ഞപ്പം അത് ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ ഒരു ഷിഫ്റ്റ്. അതായത് ഇപ്പൊ സയൻസിൽ ഒത്തിരി കണ്ടന്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. കൊമേഴ്സ് സയൻസ് എന്ന് പറയുന്ന സംഭവം നമ്മള്
നമുക്കൊരു ബേസ് ഉള്ള സാധനം നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് അങ്ങനെയില്ല നമ്മൾ പഠിച്ചൊരു relation ഉണ്ട്. ഇത് നമ്മുടെ പുതിയതൊരു സാധനം. അത് ശരിക്കും ഞാൻ കൊമേഴ്സുകാരാണ് ശരിക്കും കഷ്ടപ്പെടുന്നത്. കാരണം അവർക്ക് എന്താണ് ഹ്യൂമാനിറ്റീസുകാരും ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് അവർക്കാ. അത് അക്കൗണ്ടൻസി എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ഈ LKG അല്ലെങ്കിൽ പ്ലേ സ്കൂളിൽ പോയി ABCD പഠിക്കുന്ന ഫീലാണ് നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ ചെല്ലുന്ന സമയത്ത് അക്കൗണ്ടൻസി കാണുമ്പോൾ ബാലൻസ് ഷീറ്റ് അത് കുറച്ചും കൂടെ ഒക്കെ സെറ്റ് ആവുന്ന എനിക്കൊന്ന് ഡിഗ്രി ഒക്കെ കേറുന്ന സമയത്താണ് ഒന്ന് റെഡി ആയി വരുന്നത്. അപ്പം അതെനിക്ക് നന്നായിട്ട് അതെ ഡിസ്ക്രിമിനേഷൻ അത് എല്ലായിടത്തും മാറത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെ. പക്ഷെ എന്നാലും ഒരു പ്രൊഫഷണലി കുറച്ചും കൂടെ ഒരു ഇച്ചിരി ബ്രൈറ്റ് ആവാൻ പറ്റുന്നത് കൊമേഴ്സ് ഫീൽഡ് തന്നെയാണെന്ന് ഞാൻ പറയും. എന്റെ ഒരു കോൺസെപ്റ്റ് അതിന്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ എന്നാലും കൊമേഴ്സുകാര് അങ്ങനെ നമ്മളെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ടതല്ല. അപ്പൊ ഇപ്പൊ നമ്മള് പറഞ്ഞ കുറെ നല്ല കാര്യങ്ങളൊക്കെ എടുക്കുക. അതെ, അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അതെ, നമ്മൾക്ക് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി, കാര്യമുള്ളൂ. അതെ, ഇപ്പൊ നമ്മൾ പേടിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിനൊക്കെ നല്ലതല്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരു സെയിങ് ഉണ്ട്, നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുവാണെങ്കിൽ അതിന്റെ പേടി അങ്ങ് പോകുന്നു. അപ്പം പേടിയുള്ള കാര്യം എക്സാം. അപ്പൊ നമ്മൾ കൂടുതൽ എക്സാം, അപ്പം പക്ഷെ എക്സാം ഇത്ര അറ്റൻഡ് ചെയ്തു, പക്ഷെ അടുത്തൊരു എക്സാം വരുന്ന സമയത്ത് പേടിയാണ്. പക്ഷെ അതിന് ആ പേടി മാറ്റാൻ എന്നെ ചെയ്യണമെന്നറിയാവോ? നമ്മള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തന്നെ സോൾവ് ചെയ്യും. അതൊരു വലിയ പോസിറ്റീവ്. അതെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തന്നെ എടുത്തിട്ട് നമുക്ക് അത് എഴുതി തന്നെ പഠിച്ചു നോക്കാം. അപ്പം എനിക്ക് ഇതുപോലെ എക്സാം പേടി ആൻഡ് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പൊ ഞാൻ ഇതിന്റെ എങ്ങനെയെങ്കിലും ഒന്ന് അപ്പിയർ ചെയ്യണമല്ലോ, എക്സാം ഹോളിൽ പോയി എഴുതണമല്ലോ. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തന്നെ സോൾവ് ചെയ്ത്, പ്രത്യേകിച്ച് അക്കൗണ്ടൻസി ഒക്കെ നമുക്ക് നല്ല ടഫാണ്. അത് നമ്മൾ തന്നെ സോൾവ് ചെയ്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് കിട്ടും. പക്ഷെ ചിലർക്ക് എങ്ങനെയാണ്, ചിലർക്ക് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ടൻസി മനസ്സിലാവും. ഞാൻ അങ്ങനെ ഞാൻ ചെയ്ത് പഠിക്കത്തില്ല, ഒരിക്കലും ചെയ്ത് പഠിക്കത്തില്ല. അത് നമ്മളിങ്ങനെ നോക്കി എനിക്ക് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ പകുതി വെച്ച് ഞാൻ ഇങ്ങനെ സ്റ്റക്ക് ആവും. ഇനി ഇതിപ്പുറത്തിടണോ ഇതിപ്പുറത്തിടണോ ഇതിങ്ങനെ ടാലിയാകും എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് വരും. അങ്ങനെ കുറച്ച്. പക്ഷെ എക്സാം എല്ലാ മക്കൾക്കും പേടി. സ്വപ്നം എക്സാം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ കണ്ടിട്ടില്ല. കാരണം എക്സാം സമയത്തെ ആ ഒരു സ്ട്രെസ്, സ്കൂളിൽ നിന്ന് തരുന്ന സ്ട്രെസ്, വീട്ടിൽ നിന്ന് തരുന്ന സ്ട്രെസ്, പിന്നെ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് നന്നായിട്ട് പഠിക്കുന്ന കിട്ടുന്ന സ്ട്രെസ്, അങ്ങനെ കുറെ സ്ട്രെസ്സുകളുണ്ട്. അപ്പം നമ്മളെ ട്യൂഷൻ ക്ലാസ്സിൽ അവിടുന്ന് സ്ട്രെസ്. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും പഠിക്കണം എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് ഈ സ്ട്രെസ് കാരണം പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒന്നുമില്ല, അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്യും. ഇതല്ല ഒരു എന്തെന്ന് പറയുന്നത്, ഒരു 2 എക്സാം കഴിഞ്ഞ് നമ്മുടെ ഇത് നമുക്ക് അതിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം പഠിക്കാന്നായിരിക്കും. മക്കളൊക്കെ അഞ്ജുനും ചിഞ്ചുനും ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. അവരെയൊക്കെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ ഭാവിയിൽ അവരെ ചുരുക്കി പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ അതല്ല പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജോബൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി എളുപ്പമായിരിക്കും. മക്കൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഉപദേശം അത്. അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ അത് തന്നെയല്ല, ശരിക്കും കറക്റ്റ് ആണ്. നമ്മള് ഇപ്പൊ എല്ലാരും പറയായിരിക്കും സ്കൂളിലെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വലിയ ആവശ്യം വരും. നമ്മൾ അടുത്തത് എന്തിനാണോ അടുത്ത ലെവലിനായിരിക്കും അത് ആവശ്യം. ചിലപ്പോ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഫോമിനൊന്നും നമുക്ക് ആവശ്യമില്ലായിരിക്കും. പക്ഷേ നമുക്ക് അടുത്ത ലെവൽ, ഇപ്പൊ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും സ്ട്രീമിലോട്ട് മാറണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ജസ്റ്റ് 2 മാർക്കിന് 1 മാർക്കിനൊക്കെ ഞാൻ പല ആൾക്കാരെ എന്റെ കൂടെ പഠിച്ച പല ആൾക്കാർക്ക് 1-2 മാർക്കിന്റെ വ്യത്യാസത്തിന് വ്യത്യാസത്തിനൊക്കെ ഓരോ നല്ല കോളേജിൽ നിന്നുള്ള സീറ്റുകൾ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പം അതൊക്കെ മിസ്സാവുന്നത് അങ്ങനെയല്ലേ? അതെ, +2 മാർക്ക്. ഇപ്പൊ നമ്മൾ വിചാരിക്കും 1 മാർക്ക് പോട്ടെ, പക്ഷെ ആ മാർക്കിനൊക്കെ ചിലപ്പോൾ നമുക്ക് A+ നഷ്ടപ്പെടുന്നില്ല, ചിലപ്പോൾ ഫുൾ A+ നമുക്ക് പോകുന്നു. ഈ ഒരു ചാപ്റ്റർ ഈ എത്ര 3 മാർക്കിനെ 3 മാർക്കായിരിക്കും നമ്മുടെ A+ നിശ്ചയിക്കുന്ന, അല്ല ഫുൾ മാർക്സ് നിശ്ചയിക്കുന്ന ആ 3 മാർക്ക്. പിന്നെ ഇതൊക്കെ നമുക്കും കൂടെ തോന്നണം, അതായത് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്കും കൂടെ തോന്നണം. ചിലർക്ക് മടിയുണ്ടാവും, ഇത്രേ എഴുതി എനിക്ക് വയ്യ ഇനി എഴുതാൻ. പക്ഷെ അങ്ങനൊന്നും വിചാരിക്കില്ല. പ്രത്യേകിച്ച് ലാസ്റ്റ് എക്സാം, മോഡൽ എക്സാം ഒക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെ. പക്ഷെ ലാസ്റ്റ് എക്സാം നമുക്കൊരു മടിയാണ്, പ്രത്യേക കഴിഞ്ഞാൽ പിന്നെ ചില്ലാണ് നമ്മൾ. പിന്നെ നമുക്ക് എക്സാം കഴിഞ്ഞതിന്റെ ആ ഒരു
ഇതാണ് നമുക്ക്. പക്ഷെ മാക്സിമം അത് എല്ലാ ടീച്ചേഴ്സും പറയുന്ന സാധനമാണ്, നമുക്ക് അറിയാമെങ്കിൽ അതറിയാവുന്ന മൊത്തം എഴുതി വെക്കാം. അതെ. ഏതിനെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ടെങ്കിലും നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് മാർക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എക്സാംസ് എനിക്ക് തോന്നുന്നു വലിയ പേടിയില്ലാതെ നമുക്ക് മക്കൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും. പോലുള്ള ഒരുപാട് അതെ പ്ലാറ്റ്ഫോംസ് അത് തന്നെയല്ല നമ്മൾ എക്സാമിന്റെ തലേദിവസം ഉള്ള ലൈവ് സെഷൻസ് ആണ്. നമുക്കില്ലാത്ത കുറെ റിസോഴ്സസ് ഇവർക്ക് ഇഷ്ടം പോലെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പോലും അറിയില്ലല്ലോ. ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാനൊക്കെ വെയിറ്റേജിന്റെ കാര്യം. എക്സാക്ട്ലി, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണമെങ്കിൽ ലൈബ്രറി പോയി നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം. അതുകൊണ്ടാണ് ഞാനിതെന്ന് പറയാം, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല, വെയിറ്റേജ് അറിയില്ല. ഇപ്പത്തെ മക്കൾക്ക് നമ്മള് ലൈബ്രറി പോയാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും, പക്ഷെ ആ ലൈബ്രറി പോയി എടുത്ത് നോക്കി പക്ഷെ നമ്മുടെ ഇതുപോലത്തെ ഇപ്പൊ ഈസിലി ആക്സസിബിൾ ആണ് ഇവർക്ക്. അതെ, നമ്മളാണെങ്കിലും ഇത്ര ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയും ക്വസ്റ്റ്യൻസ് അവർക്ക് കിട്ടും. ഇപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും പറയും ഇതെല്ലാം നിങ്ങൾ പഠിപ്പിച്ചേ, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് വന്നു എന്ന്. പക്ഷെ അവരതിന്റെ യൂസ് അറിയാൻ പോകുന്നത് അടുത്ത ലെവലിലോട്ട് അവരുടെ എല്ലാ ക്വസ്റ്റ്യൻസും പറയുന്നുണ്ടല്ലോ, ഇതിലിപ്പോ ഏതാ വരിക, അതങ്ങ് പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് വേറെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസും കൂടെ വേണം. നമ്മള് എന്താണെങ്കിലും എങ്ങനെ വന്നാലും ഞാൻ എക്സാം എഴുതും, സെറ്റാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എന്ത് വന്നാലും ഞാൻ നേരിടും, അത്ര തന്നെ. വേറെ ഒന്നുമില്ല, പഠിക്കുക, വേറെ പരിപാടിക്കൊന്നും പോകാതിരിക്കുക. 0 to A+ പറയുന്ന പോലെ ഇനി പഠിച്ചാൽ പഠിച്ചാലും മതി.